ആദ്യകാല മനുഷ്യർ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. അവര് ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ആഹാര രീതി. വേട്ടയാടി ഭക്ഷിച്ചിരുന്ന മനുഷ്യർ പ്രധാനമായും 4 കാരണങ്ങൾ കൊണ്ടാണ് ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമതായി, ഒരു പ്രദേശത്തു തന്നെ വളരെക്കാലം താമസിക്കുന്നത് മൂലം ആ പ്രദേശത്തെ ലഭ്യമായ എല്ലാ സസ്യജന്തുക്കളെയും അവർ ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണം തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടതായി വരുന്നു. 2, മൃഗങ്ങൾ ഇര തേടി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. ഉദാഹരണമായി മാനുകളും കാട്ടാടുകളും മറ്റും പച്ചിലയും പുല്ലുകളും തേടി പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ അവയെ വേട്ടയാടുന്നവർക്ക് ഇത്തരത്തിൽ അവയെ പിന്തുടർന്ന് സഞ്ചരിക്കേണ്ടതായി വരുന്നു. മൂന്നാമതായി, മരങ്ങളും ചെടികളും മറ്റു വ്യത്യസ്ത സീസണുകളിലാണ് കായ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കായികങ്ങൾ കിട്ടുവാനായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായി വരുന്നു. 4, ചെടികൾക്കും മരങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. നദികളിലും മറ്റും ജലാശയങ്ങളിലും ജലമുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ വർഷം മുഴുവൻ വെള്ളം കാണില്ല. വേനൽക്കാലങ്ങളിലും തണുപ്പ് കാലങ്ങളിലും ഇത്തരം സാഹചര്യത്തിൽ വെള്ളം തേടിപ്പോകാൻ ജനങ്ങൾ നിർബന്ധിതരായിത്തീരുന്നു. ഇനി ഇത്തരത്തിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിക്കുന്നത് വഴിയാണ്. വേട്ടയാടി ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് അതിനനുയോജ്യമായ ആയുധങ്ങൾ ആവശ്യമായിരുന്നു. കല്ലുകൾ, എല്ലുകൾ, തടികൾ തുടങ്ങിയവ കൊണ്ടുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. വേട്ടയാടി ജീവിച്ചിരുന്നവർ പ്രധാനമായും ഏതെങ്കിലും നദീതീരങ്ങളിൽ ആയിരിക്കും താമസമാക്കുക. അത്തരത്തിലുള്ള പ്രധാന സൈറ്റുകളാണ് ഭീംബേത്ക, ഹൻസ്ഗി, കുർണൂൽ കേവ്സ് തുടങ്ങിയവ. ഇനി അടുത്തത് 2 തരം സൈറ്റ്സ് പരിചയപ്പെടാം. ഒന്ന് ഫാക്ടറി സൈറ്റ്സ്, 2 ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്സ്. ഫാക്ടറി സൈറ്റ്സ് എന്താണെന്നാൽ ചില സ്ഥലങ്ങളിൽ നിന്നും കല്ലുകളും കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരം സൈറ്റുകളെയാണ് ഫാക്ടറി സൈറ്റ്സ് എന്ന് പറയുന്നത്. കല്ലുകൾ അഥവാ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ചിരുന്ന സൈറ്റ്സ് ആണ് ഫാക്ടറി സൈറ്റ്സ്. ഈ ഫാക്ടറി സൈറ്റ്സ് എവിടെയാണെന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത്തരം പ്രദേശങ്ങളിൽ നിന്നും കല്ലുകളുടെ അവശിഷ്ടങ്ങൾ, പാതിയിൽ തീർത്ത ഉപകരണങ്ങൾ, ഉപേക്ഷിച്ച് കളഞ്ഞവ ഒക്കെ നമുക്ക് ഇത്തരം സൈറ്റുകളിൽ നിന്ന് ലഭിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ജനങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുകയും ചെയ്യാറുണ്ട്. ഈ സൈറ്റ്സിനെയാണ് ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്സ് എന്ന് പറയുന്നത്. സൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കെട്ടിടങ്ങൾ, പാത്രങ്ങൾ, ആയുധങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങളെയാണ് ഹിസ്റ്ററിയിൽ സൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവശിഷ്ടങ്ങൾ എന്നാൽ മനുഷ്യർ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ഉപേക്ഷിച്ചു പോവുകയും ചെയ്തവയായിരിക്കും. ഭൂമിക്ക് മുകളിൽ നിന്നും ഭൂമിയുടെ അടിയിൽ നിന്നും വെള്ളത്തിനടിയിൽ നിന്നും വരെ ഇത്തരം അവശിഷ്ടങ്ങൾ ലഭിക്കാറുണ്ട്. കുർണൂൽ കേവ്സിൽ നിന്നും ചാരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും അന്നത്തെ മനുഷ്യർക്ക് തീയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പരിചയപ്പെടാം. ഹൻസ്കി എന്നത് ഒരു പാലിയോലിത്തിക് സൈറ്റ് ആണ്. ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്സ് ആണിത്. മറ്റു സൈറ്റുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ സൈറ്റ് ആണിത്. ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന ഇത്തരം സൈറ്റുകൾക്ക് അടുത്ത് ഉറവകൾ ഉണ്ടായിരുന്നു. ലൈം സ്റ്റോണുകൾ അഥവാ ചുണ്ണാമ്പുകൽ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു അധിക ഉപകരണങ്ങളും. ഭീംബേത്ക ഇന്നത്തെ മധ്യപ്രദേശിലാണ്. ഇത് ഒരു ഹാബിറ്റേഷൻ സൈറ്റ് ആയിരുന്നു. അതായത് ജനങ്ങൾ താമസിക്കുക മാത്രം ചെയ്തിരുന്ന സ്ഥലം. ഗുഹകളിലും മറ്റും ജനങ്ങൾ താമസിച്ചിരുന്നു. വിന്ധ്യ റേഞ്ചിലും ഡെക്കാൻ പ്ലേറ്റ്യൂവിലും ഉള്ള ഗുഹകളിൽ ജനങ്ങൾ വസിച്ചിരുന്നതാണ്. കൂടാതെ നർമ്മദ വാലിയിലും ഗുഹകളിൽ ജനങ്ങൾ ജീവിച്ചിരുന്നു. ആർക്കിയോളജിസ്റ്റുകൾ ഓരോ കാലഘട്ടത്തിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളെ പാലിയോലിത്തിക് പീരീഡ് എന്നാണ് പറയുന്നത്. പാലിയോ, ലിത്തോസ് എന്നും 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന വേർഡ് ഉണ്ടാവുന്നത്. പാലിയോ എന്നാൽ ഓൾഡ് അഥവാ പഴയത്, പ്രാചീനമായത് എന്നൊക്കെയാണ് അർത്ഥം.
ലിത്തോസ് എന്നാൽ സ്റ്റോൺ, കല്ലുകൾ, ശിലകൾ തുടങ്ങിയവയാണ് അർത്ഥമാക്കുന്നത്. സ്റ്റോൺ ടൂൾസ് അഥവാ ശിലോപകരണങ്ങളുടെ പ്രാധാന്യമുള്ള കാലഘട്ടമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് വീണത്. പാലിയോലിത്തിക് പീരീഡ് എന്നത് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങി 12,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടമാണ്. പാലിയോലിത്തിക് കാലഘട്ടം എന്നത് വളരെ നീണ്ട ഒരു കാലയളവാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലോവർ പാലിയോലിത്തിക് അഥവാ പൂർവ്വ പുരാതന ശിലായുഗം, മിഡിൽ പാലിയോലിത്തിക് അഥവാ മധ്യ പുരാതന ശിലായുഗം, അപ്പർ പാലിയോലിത്തിക് അഥവാ ഉത്തര പുരാതന ശിലായുഗം എന്ന് 3ആയി തരം തിരിച്ചിരിക്കുന്നു. പാലിയോലിത്തിക്കിന്റെ ഈ 3 കാലഘട്ടത്തിലുമാണ് 99% പ്രാചീന മനുഷ്യചരിത്രം കടന്നു പോകുന്നത്. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നത്. ഈ ഒരു കാലഘട്ടത്തെ മീസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ് അഥവാ മധ്യശിലായുഗം എന്ന് വിളിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത മൈക്രോലിത്സ് എന്ന സ്റ്റോൺ ടൂൾസിന്റെ ഉപയോഗമാണ്. ഇത് വളരെ ചെറിയ ടൂൾസ് ആയതിനാലാണ് ഇത്തരമൊരു പേര് വന്നത്. അടുത്തത് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗമാണ്. ഇത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരും ലെവലുകളിൽ പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അത് നോക്കാം. ഗുഹകളിലും മറ്റും ആദ്യകാല മനുഷ്യർ താമസിച്ചിരുന്നതായി നമ്മൾ പറഞ്ഞു. അത്തരം സാഹചര്യങ്ങളിൽ അവർ ഗുഹാഭിത്തികളിൽ പെയിന്റ് ചെയ്തിരുന്നു. ഇവയാണ് റോക്ക് പെയിന്റിങ്സ്. മധ്യപ്രദേശിലും സദേൺ ഉത്തർപ്രദേശിലുമാണ് കൂടുതലായും റോക്ക് പെയിന്റിങ്സ് കണ്ടുവരുന്നത്. വന്യമൃഗങ്ങളുടെ ചിത്രമാണ് ഇവയിൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പാലിയോലിത്തിക് ഏജിൽ ഇന്ത്യയിൽ ഓസ്ട്രിച്ചുകൾ ജീവിച്ചിരുന്നതായി തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഓസ്ട്രിച്ചിന്റെ മുട്ടത്തോടുകളുടെ അവശിഷ്ടങ്ങൾ മഹാരാഷ്ട്രയിലെ പാറ്റ്നയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചില തോടുകളിൽ ഡിസൈൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അവയിൽ നിന്നും മുത്തുകളും മറ്റും അവർ നിർമ്മിക്കാൻ ശ്രമിച്ചിരിക്കാമെന്ന് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു.